പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, റീജിയണൽ ലേണിംഗ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വരുന്ന +1 പൊളിറ്റിക്കൽ സയൻസിൽ വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു 100% ചോദിക്കുമെന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നമ്മുടെ പാർട്ട് 1 ഒന്നാമത്തെ ചാപ്റ്ററാണ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടന. ഈ ഭരണഘടനയിൽ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കേണ്ട ഒരു 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടന എന്നാൽ എന്ത്, ഭരണഘടനയുടെ കർത്തവ്യങ്ങൾ എന്തെല്ലാം, വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ, എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താണ് ഭരണഘടന എന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കണം. ഒരു രാജ്യത്തെ അടിസ്ഥാന നിയമങ്ങളാണ് ശരിക്കും ഭരണഘടന എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾ ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടനയുടെ കർത്തവ്യങ്ങൾ ഹെഡിങ് ഇട്ടിട്ട് 5 ഫങ്ഷൻസിൻ്റെ 5 ഫങ്ഷൻസ് നിങ്ങളവിടെ എഴുതി എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. ഇതൊരു 5 മാർക്കിന് ഒരുപാട് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ദെൻ രണ്ടാമതായിട്ട് പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ബോറോവ്ഡ് പ്രൊവിഷൻസ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത വ്യവസ്ഥകൾ ഏതൊക്കെയെന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത വ്യവസ്ഥകൾ ഏതൊക്കെയെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു 3-4 മാർക്കിന് വരും, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് വരും, അല്ലെങ്കിൽ 2 മാർക്കിന് നിങ്ങൾക്ക് കോളം ഫില്ല് ചെയ്യാൻ വേണ്ടി വരും. അതായത് അമേരിക്കയിൽ നിന്ന്, അതേപോലെ തന്നെ ഫ്രാൻസിൽ നിന്ന്, അയർലാൻഡിൽ നിന്ന്, കാനഡയിൽ നിന്ന്, ഈ രാജ്യങ്ങളിലൊക്കെ ഇന്ത്യ ഭരണഘടനയുടെ ഓരോ വ്യവസ്ഥകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കടമെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു 1 വേർഡ് ചിലപ്പോൾ ചോദിക്കും, സ്വതന്ത്രം, സമത്വം, സാഹോദര്യം, ഇത് ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണെന്ന്. അപ്പോൾ അത് ഫ്രഞ്ച് ഭരണഘടനയാണ്. അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ദെൻ പിന്നെ മൂന്നാമതായിട്ട് ഈ ചാപ്റ്റർ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് മീൻ ബൈ അതോറിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ദ അതോറിറ്റി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ ആധികാരികത എന്നാൽ എന്താണ്, അതേപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആധികാരികതയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ ഒരു 4 ഘടകങ്ങളുണ്ട്. ആ 4 ഘടകങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഒന്നാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി രണ്ടാമത്തെ ചാപ്റ്ററാണ് റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ. ഇതിൽ നിന്ന് നമ്മൾ 8 മാർക്കിന് ഒരു എസ്സേ പ്രതീക്ഷിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് വിവരിക്കാൻ വേണ്ടി ചോദിക്കും. പ്രധാനമായിട്ടും 6 അവകാശങ്ങളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ സമത്വത്തിനുള്ള അവകാശം, ദെൻ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതവിശ്വാസത്തിലുള്ള അവകാശം, സാംസ്കാരികവും അതേപോലെ തന്നെ വിദ്യാഭ്യാസപരമായുള്ള അവകാശം, ഭരണഘടനാപരമായി പരിഹാരം കാണുന്നതിനുള്ള അവകാശം. എന്നിട്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെ അണ്ടറിൽ വരുന്ന ആർട്ടിക്കിൾസും അതിൽ പറയുന്ന വ്യവസ്ഥകൾ എന്തൊക്കെയെന്നുള്ളത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. ഇത് തുടർച്ചയായുള്ള വർഷങ്ങളിൽ ഒരു എസ്സേ ക്വസ്റ്റ്യൻ വരുന്നതാണ്. ദെൻ രണ്ടാമതായിട്ട് നമ്മൾ ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ വേരിയസ് റിട്ട് ഇഷ്യൂഡ് ബൈ ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. മൗലിക അവകാശ സംരക്ഷണത്തിലുള്ള റിട്ടുകൾ ഏതൊക്കെയെന്നുള്ളതാണ്. ഇതൊരു 5 ഉണ്ട്. 5 നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ദെൻ പിന്നെ ഈ ചാപ്റ്റർ നമ്മൾ പ്രതീക്ഷിക്കേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ ഒരു സൈഡിൽ നിങ്ങൾ മൗലിക അവകാശം എഴുതുക, മറ്റേ സൈഡിൽ നിങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ എഴുതുക. അങ്ങനെ 2 കോളമാക്കിയിട്ട് അതിൻ്റെ ഡിഫറൻസസ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് എ സ്റ്റേറ്റ് പോളിസി. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. അത് പ്രധാനമായിട്ടും സോഷ്യലിസ്റ്റ് തത്വങ്ങൾ, ഗാന്ധിയൻ തത്വങ്ങൾ, ലിബറൽ തത്വങ്ങൾ, ഇത് 3 നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് സെക്കൻഡ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമ്മുടെ തേർഡ് ചാപ്റ്ററാണ് എലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ, അതായത് തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും അതേപോലെ തന്നെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിക്കും. അപ്പോൾ വ്യത്യാസങ്ങൾ ഇതുവരെ നേരത്തെ പറഞ്ഞല്ലോ, 2 സൈഡിലാക്കിയിട്ട് എഴുതണം. വാട്ട് ആർ ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ FP, ആൻഡ് PR. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. ഒരു 5 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കാം. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കുറച്ച് പ്രവർത്തനങ്ങളോട് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഏകദേശം ഒരു 8ഓളം പ്രവർത്തനങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് 8ഉം ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വരും, അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി വരും. ലിസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഒരു 4 മാർക്കിനാണ് ചോദിക്കുക. ദെൻ പിന്നെ ചാപ്റ്റർ നമ്മൾ പ്രതീക്ഷിക്കേണ്ട മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ മേജർ സജഷൻസ് ഓഫ് ഇലക്ഷൻ റിഫോംസ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം പരിഷ്കരിക്കേണ്ട ആവശ്യകത എന്തൊക്കെയെന്നുള്ളതാണ്. അത് പ്രധാനമായിട്ടും നിങ്ങളൊരു 7 പോയിന്റ്സ് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ എഴുതി വെക്കണം. ഇത് നമ്മുടെ 4th ചാപ്റ്ററാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. എസ്സേകളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ എക്സിക്യൂട്ടീവ്. ഇതിൽ നിന്ന് നമ്മൾ എന്തായാലും കരുതിയിരിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. രാഷ്ട്രപതിയുടെ അധികാരങ്ങളെക്കുറിച്ച് വിവരിക്കുക. ഒരു 8 പോയിന്റ്സ് ഉണ്ട് രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ. അത് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. ഒരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തിട്ട് എഴുതി വെക്കണം. അത് മിക്കവാറും ഒരു എസ്സേ ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഒരു 4 അല്ലെങ്കിൽ ഒരു 5 മാർക്കിനും ചോദിക്കും. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ പവർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് പ്രൈം മിനിസ്റ്റർ. പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളും ധർമ്മങ്ങളും വിവരിക്കുക. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, അത് പ്രധാനമായിട്ടും വിവരിക്കാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കും. അതും ഒരു 8 പോയിന്റ്സ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം,
പഠിച്ചു വെക്കണം. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നു വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് പ്രസിഡൻറ്റിൻ്റെ ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് അധികാരങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. അത് പഠിക്കാതെ ഒരിക്കലും നിങ്ങൾ പോകരുത്. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് സിവിൽ സർവീസിൻ്റെ വർഗീകരണങ്ങളെക്കുറിച്ച് ചോദിക്കും. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് സിവിൽ സർവീസ് ഇൻ ഇന്ത്യ. അപ്പോൾ സിവിൽ സർവീസിന് പ്രധാനമായിട്ടും 3 വർഗീകരണമാണുള്ളത്, 3 ടൈപ്സ് ആണുള്ളത്. ഒന്ന് എന്താണ് അഖിലേന്ത്യാ സർവീസ്, 2 കേന്ദ്ര സർവീസ്, 3 സംസ്ഥാന സർവീസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി 5th ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്ററാണ് നിയമനിർമ്മാണ സഭ. ഇതിൽ നിന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ പവർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും ചോദിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ഒരു 10 അധികാരങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, 10 എന്ത് ചെയ്യണം നിങ്ങൾ അവിടെ എഴുതി വെക്കണം. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഹൗ ഡസ് പാർലമെൻറ്റ് മേക്ക് ലോസ്. എങ്ങനെയാണ് പാർലമെൻറ്റ് നിയമങ്ങൾ ഉണ്ടാക്കുന്നതെന്നുള്ളതാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് കുറച്ച് പ്രക്രിയകളും നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അതായത് ബില്ല് 1ാം സഭയിൽ, ബില്ല് 2ാം സഭയിൽ, പിന്നെ പ്രസിഡന്റിൻ്റെ അനുമതി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. പിന്നെ ഈ ചാപ്റ്റർ നമ്മൾ പ്രതീക്ഷിക്കേണ്ട മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഹൗ ഡസ് ദ പാർലമെൻറ്റ് കൺട്രോൾ ദ എക്സിക്യൂട്ടീവ്. പാർലമെൻറ്റ് എങ്ങനെയാണ് കാര്യനിർവഹണ വിഭാഗത്തിൽ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടൊരു 4 പോയിന്റ് ഉണ്ട്. ആ 4 പോയിന്റ് നിങ്ങളവിടെ പഠിച്ചു വെക്കണം. ഇനി നമ്മുടെ 6ാമത്തെ ചാപ്റ്ററാണ് നീതിന്യായ വിഭാഗം, ജുഡീഷ്യറി. ഇതിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ദ ഫങ്ഷൻസ് ഓഫ് ജുഡീഷ്യറി ഇൻ കൺട്രി. ഒരു രാജ്യത്തെ ജുഡീഷ്യറിയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. നിങ്ങളൊരു 6 ധർമ്മങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ 6 എന്ത് ചെയ്യണം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ചിലപ്പോൾ ഇത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 3 മാർക്കിനാവും ചോദിക്കുക. ദെൻ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പ്ലെയിൻ ഹൗ ഡസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വിവരിക്കാൻ വേണ്ടി ഒരു ചോദ്യം വരും. ജുഡീഷ്യറി സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഒരു 6 മാർഗ്ഗങ്ങളുണ്ട്. ആ 6 നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കുക. ദെൻ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സുപ്രീം കോടതിയുടെ അധികാരത്തെക്കുറിച്ച് വിവരിക്കാൻ വേണ്ടി ചോദിക്കും. ഇതൊരു 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ പ്രധാനമായിട്ടും ഏതൊക്കെയാണ് 4 രീതിയിലുള്ള അധികാരങ്ങളുണ്ട്. ആ 4ഉം കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. പിന്നെ ഒരു പക്ഷേ ഈ ചാപ്റ്ററിൽ നിന്ന് അഡീഷണൽ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് PIL ഓർ വാട്ട് ഈസ് SAL. എന്താണ് പൊതു താല്പര്യ ഹർജി. അപ്പോൾ ഇതൊരു 2 മാർക്കിനായിരിക്കും ചിലപ്പോൾ എക്സ്പ്ലെയിൻ വേണ്ടി ചോദിക്കുക. പൊതു താല്പര്യ ഹർജി എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമ്മുടെ 7th ചാപ്റ്ററാണ് ഫെഡറലിസം. ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ 2 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചാൽ മതി. അതായത് 1ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ അബൌട്ട് ഡിവിഷൻ പവേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ അധികാര വിഭജനത്തെക്കുറിച്ച് വിവരിക്കുക. ഇത് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ചോദിക്കട്ടോ. അതായത് 2 കോളത്തിൻ്റെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഒരു 4 മാർക്കിനൊക്കെ വരും. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിളൊക്കെ തന്നിട്ട് അത് ഏത് ലിസ്റ്റിൽ പെട്ടതാണെന്ന് ചോദിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്കിങ്, വർത്തമാനം, കറൻസി, ഇതൊക്കെ ഏത് ലിസ്റ്റിലാണ്, യൂണിയൻ ലിസ്റ്റ്. അങ്ങനെ ഒരു സൈഡിൽ നിങ്ങൾക്ക് ഓരോ ലിസ്റ്റുകൾ എഴുതാനും മറ്റേ സൈഡിൽ അതിൻ്റെ എക്സാമ്പിൾസും ചോദിക്കും. അപ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യയിലെ അധികാര വിഭജനങ്ങൾ 3 രീതിയിലാണുള്ളത്. 3 തരംതിരിക്കുന്നുണ്ട്. ഒന്ന് യൂണിയൻ ലിസ്റ്റ്, ദെൻ സംസ്ഥാന ലിസ്റ്റ്, അതേപോലെ തന്നെ കങ്കറൻറ്റ് ലിസ്റ്റ്, യൂണിയൻ, സ്റ്റേറ്റ് ആൻഡ് കങ്കറൻറ്റ്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചേക്കണം. ആ ഭാഗം 100% ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ പിന്നെ ഈ ചാപ്റ്ററിൽ പ്രതീക്ഷിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സാമിൻ വൈ ഇറ്റ് സേസ് ദാറ്റ് ഇന്ത്യ ഇസ് ദ ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ്. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരങ്ങൾ കൂടുതലുണ്ട്, അത് സമർത്ഥിക്കാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം, കാര്യമായിട്ട് ഇന്ത്യൻ ഫെഡറലിസത്തിന് കേന്ദ്ര ഗവൺമെന്റ് കൂടുതൽ അധികാരം നൽകുന്നുണ്ട്. ആ പ്രധാനമായിട്ടുള്ള വ്യവസ്ഥകൾ ഏതൊക്കെയെന്നുള്ളതാണ് അധികാരം നൽകുന്നത്. അതിലൊരു ഏകദേശം ഒരു 7 പോയിന്റ്സ് ഉണ്ട്. ആ 7 പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 8 ലോക്കൽ ഗവൺമെന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്കൊരു 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ നീഡ് ഓഫ് ലോക്കൽ ഗവൺമെന്റ്. പ്രാദേശിക ഗവൺമെന്റിന്റെ ആവശ്യകത എന്തിനാണ് പ്രാദേശിക ഗവൺമെന്റുകൾ. ദെൻ പിന്നെ ഒരു 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഈ essay എന്തായാലും വന്നിരിക്കും, ഇല്ലെങ്കിൽ ഇതൊരു ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കും. പക്ഷേ ഇത് കണ്ടുവരുന്നത് 8 മാർക്കിൻ്റെ essay ആയിട്ടാണ്. ഭരണഘടനയുടെ 73ാം ഭേദഗതിയെക്കുറിച്ച് വിവരിക്കാൻ വേണ്ടി ചോദിക്കും. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് 73rd അമെൻമെന്റ് ഇൻ ദ ഫംഗ്ഷനിങ് ഓഫ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പോയിന്റുകളുണ്ട്. അതായത് സവിശേഷത നിങ്ങൾ എഴുതണം. ത്രിതല പഞ്ചായത്ത്, ഗ്രാമസഭ, അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ്, കാലാവധി, സംവരണം, വിഷയങ്ങളുടെ കൈമാറ്റം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. അപ്പോൾ ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾ അവിടെ എഴുതി വെക്കുന്നത് ഒരു essay ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ചോദിക്കും. അപ്പോൾ ഇതൊക്കെയാണ് 8ാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മുടെ 9ാമത്തെ ചാപ്റ്ററാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ്. ഭരണഘടന ഒരു സജീവ പ്രമാണം എന്ന നിലയിൽ ഈ ചാപ്റ്റർ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. അത് ഭരണഘടനാ ഭേദഗതി എന്നാൽ എന്താണ്, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്ന ആവശ്യങ്ങളും നടപടിക്രമങ്ങളും എന്തെല്ലാമാണ്. വാട്ട് ഈസ് അമെൻമെന്റ്, എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഓഫ് ദ അമെൻമെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഭരണഘടനയിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ പുതിയ ഭാഗം കൂട്ടിച്ചേർക്കാനോ നിലവിലുള്ളത് പരിഷ്കരിക്കാനോ വേണ്ടിയൊക്കെ ചെയ്യുന്ന പ്രക്രിയയാണ് ശരിക്കും ഭേദഗതി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും 3 മാർഗങ്ങളിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്. അത് ഒന്ന് എന്താണ്, പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഭരണഘടനാ ഭേദഗതി. ദെൻ 2ാമത്തെ എന്താണ്,
പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടുള്ള ഭരണഘടനാ ഭേദഗതി. ദെൻ മൂന്നാമതായിട്ട് പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷവും പകുതിയിൽ കുറയാതെ സംസ്ഥാനങ്ങളുടെ അംഗീകരണങ്ങളോട് കൂടി, അതായത് ആർട്ടിക്കിൾ 368. ഇതെന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി. ദെൻ 10ാമത്തെ ചാപ്റ്ററാണ് ദ ഫിലോസഫി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ തത്വശാസ്ത്രം. ഈ ചാപ്റ്റർ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ഫിലോസഫി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ തത്വങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ചോദിക്കും. അവിടെ ഒരു 6 പോയിന്റ്സ് ഉണ്ട്. വ്യക്തി സ്വാതന്ത്ര്യം, അതേപോലെ തന്നെ സാമൂഹിക നീതി, അങ്ങനെ തുടങ്ങിയ ഒരു 6 പോയിന്റ്സ്. 6 പോയിന്റ്സും നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. പിന്നെ ഈ ചാപ്റ്ററിൽ പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ദ ക്രിറ്റിസിസം ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചുള്ള വിമർശനങ്ങൾ എന്തൊക്കെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ വിമർശനങ്ങൾ പ്രധാനമായിട്ടും ഒരു 4 അല്ലെങ്കിൽ 5 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എഴുതി വെക്കണം. ഇനി നമ്മുടെ 11ാമത്തെ ചാപ്റ്ററാണ്, നമ്മുടെ പാർട്ട് 2 ആണ്, പൊളിറ്റിക്കൽ തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഈ ചാപ്റ്റർ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. എന്താണ് രാഷ്ട്രീയ സിദ്ധാന്തം, രാഷ്ട്രീയ സിദ്ധാന്തത്തെ നാം എന്തിനാണ് പഠിക്കുന്നത്, വാട്ട് ഈസ് പൊളിറ്റിക്കൽ തിയറി, വാട്ട് ഡു വി സ്റ്റഡി ഇൻ പൊളിറ്റിക്കൽ തിയറി. അപ്പോൾ ഇത് ഈ ചാപ്റ്ററിൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതൊരു ഷോർട്ടസ്റ്റ് രീതിയിലാണ് ചോദിക്കുക. അപ്പോൾ എന്തായാലും പഠിച്ചു വെക്കണം എന്തിനാണ് നമ്മൾ പൊളിറ്റിക്കൽ തിയറി പഠിക്കുന്നത്. ദെൻ പിന്നെ 12ാമത്തെ ചാപ്റ്ററാണ് ഫ്രീഡം. ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും നമ്മളൊരു 2 ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മതി. അതിൽ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഹാം പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ചോദിക്കും. ജോൺ സ്റ്റുവർട്ട് മില്ലാണ് ഇത് പ്രപ്പോണ്ട് ചെയ്തത്, അത് മറക്കരുത്. ചിലപ്പോൾ ഈ ഹാം സിദ്ധാന്തത്തിന് പകരം നിങ്ങളോട് ജോൺ സ്റ്റുവർട്ട് മില്ലിൻ്റെ തിയറി എന്താണെന്ന് ചോദിക്കട്ടെ. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്, രണ്ടും ഒന്ന് തന്നെയാണ്. ദെൻ പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നെഗറ്റീവ് ലിബർട്ടി ആൻഡ് പോസിറ്റീവ് ലിബർട്ടി. നിഷേധാത്മകവും അതേപോലെ തന്നെ ക്രിയാത്മകവുമായിട്ടുള്ള സ്വാതന്ത്ര്യം തമ്മിലുള്ള വ്യത്യാസം എന്ത്. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒരു 4 മാർക്കിനാണ് ഇത് ചോദിക്കുക. അപ്പോൾ 2 സൈഡിൽ വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. ഇനി നമ്മുടെ 13ാമത്തെ ചാപ്റ്ററാണ് സമത്വം, ഈക്വാലിറ്റി എന്നുള്ള ചാപ്റ്റർ. ഈ ചാപ്റ്റർ നമ്മൾ പ്രധാനമായിട്ടും പ്രതീക്ഷിക്കേണ്ട ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മീൻ ബൈ ഈക്വാലിറ്റി, എക്സ്പ്ലെയിൻ 3 ഡയമെൻഷൻസ് ഓഫ് ഈക്വാലിറ്റി. സമത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, വിവിധതരം സമത്വങ്ങളെക്കുറിച്ച് വിവരിക്കുക. അതായത് സമത്വങ്ങൾക്ക് വിവിധ രീതിയിലുള്ള മാനങ്ങളുണ്ട്, ഡയമെൻഷൻസ്, അത് ഏതൊക്കെയെന്നുള്ളത് വിവരിക്കണം. പ്രധാനമായിട്ടും 3 എണ്ണമാണ്. രാഷ്ട്രീയ സമത്വം, സാമൂഹിക സമത്വം, സാമ്പത്തിക സമത്വം. ഇത് ചിലപ്പോൾ കോളം ഫില്ല് ചെയ്യാൻ വേണ്ടി ചോദിക്കട്ടെ. അപ്പോൾ ഏതെങ്കിലും ഒരു സമത്വം തന്നിട്ട് ബാക്കി 2 എഴുതാൻ, അല്ലെങ്കിൽ 2 തന്നിട്ട് 1 എഴുതാൻ 1 മാർക്കും ചോദിക്കും. അപ്പോൾ ഏത് രീതിയിലുള്ള ഈ ക്വസ്റ്റ്യൻ വരാം. പക്ഷേ ഇത് ഏറെക്കുറെ കണ്ടുവരുന്നത് 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ്. ഇതൊരു ഷുവറാണ്. ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചോളൂ. ദെൻ രണ്ടാമതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഹൗ ക്യാൻ വി പ്രൊമോട്ട് ഇക്വാലിറ്റി. ഇക്വാലിറ്റിയെ, സമത്വത്തെ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം, അതിനുള്ള മാർഗ്ഗങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്, എങ്ങനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു 5 മാർക്കിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രധാനമായിട്ട് ഔപചാരിക സമത്വം സ്ഥാപിക്കൽ, അതേപോലെ തന്നെ വ്യത്യസ്ത പരിഗണനയിലൂടെയുള്ള സമത്വം, ഇങ്ങനെ 2 വിഭാഗങ്ങളായിട്ട് നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാം. അത് രണ്ടും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് 13ാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമ്മുടെ 14ാമത്തെ ചാപ്റ്ററാണ് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 5 മാർക്കിന് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ജസ്റ്റിസ്, എക്സ്പ്ലെയിൻ 3 പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ്. നീതി എന്നാൽ എന്ത്, നീതിയുടെ 3 തത്വങ്ങൾ വിവരിക്കുക. അപ്പോൾ ഇതൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നീതിക്ക് പ്രധാനമായിട്ട് 3 തത്വങ്ങളാണുള്ളത്. ഒന്ന് തുല്യരോടുള്ള തുല്യ പരിഗണന, ദെൻ ആനുപാതിക നീതി, മറ്റൊന്ന് പ്രത്യേക അവകാശങ്ങൾ അംഗീകരിക്കൽ. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളവിടെ വിശദീകരിച്ച് വെക്കണം. പിന്നെ ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ചിരിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ജോൺ റോൾസിൻ്റെ നീതി സിദ്ധാന്തത്തെക്കുറിച്ച് വിവരിക്കാൻ വേണ്ടി ചോദിക്കും. ഇതൊരു 3 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 4 മാർക്കിനും ചോദിക്കാം. അതായത് ജോൺ റോൾസിൻ്റെ നീതി സിദ്ധാന്തം എന്താണെന്നുള്ള വിശദീകരിക്കും. എക്സ്പ്ലെയിൻ ജോൺ റോൾസ് തിയറി ഓഫ് ജസ്റ്റിസ്. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈ 15ാമത്തെ ചാപ്റ്ററാണ് അവകാശങ്ങൾ, റൈറ്റ്സ് എന്നുള്ള ചാപ്റ്റർ. ഈ ചാപ്റ്റർ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അവകാശങ്ങൾ എന്നാൽ എന്ത്, വിവിധതരം അവകാശങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. വാട്ട് ഈസ് റൈറ്റ്, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈറ്റ്സ്. അപ്പോൾ ടൈപ്സ് ഓഫ് റൈറ്റ് പ്രധാനമായിട്ടും 3 ഉള്ളത്. 1 രാഷ്ട്രീയ അവകാശങ്ങൾ, 2 സാമ്പത്തിക അവകാശങ്ങൾ, 3 സാംസ്കാരിക അവകാശങ്ങൾ. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളവിടെ എഴുതി വെക്കാൻ ശ്രമിക്കണം. ദെൻ പിന്നെ ചാപ്റ്റർ നമ്മൾ പ്രതീക്ഷിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അവകാശങ്ങളും ഉത്തരവാദിത്വം തമ്മിലുള്ള വ്യത്യാസം എന്ത്. അപ്പോൾ അതും ഡിഫറൻസ് ആണ്. ഡിഫറൻസ് 2 സൈഡിൽ എഴുതണം. ഡിഫറൻസ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. എന്തൊക്കെയാണ് അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ്. ഇനി നമ്മുടെ 16ാമത്തെ ചാപ്റ്ററാണ് പൗരത്വം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ വേ ഓഫ് അറ്റൈനിങ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. ഇതൊരു 5 മാർക്കിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ദെൻ പിന്നെ ഈ ചാപ്റ്ററിൽ പ്രതീക്ഷിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് ആൻഡ് ഗ്ലോബൽ സിറ്റിസൺഷിപ്പ്. സാർവത്രിക പൗരത്വവും ആഗോള പൗരത്വം തമ്മിലുള്ള വ്യത്യാസം എന്ത് ചോദിക്കും. അല്ലാന്നുണ്ടെങ്കിൽ 2 മാർക്കിന് ഇത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും. എന്താണ് ഗ്ലോബൽ സിറ്റിസൺഷിപ്പ്, അതേപോലെ തന്നെ എന്താണ് യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ്, അങ്ങനെയും ചോദിക്കാം. പിന്നെ നമ്മുടെ അടുത്ത യൂണിറ്റാണ് 17 യൂണിറ്റ് ദേശീയത, നാഷണലിസം എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ആ ക്വസ്റ്റ്യൻ എന്തായാലും വരും. അതായത് ദേശീയത എന്ന് പറഞ്ഞാൽ എന്താണ്, ദേശീയതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്. വാട്ട് ഈസ് നാഷണലിസം, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് നാഷണലിസം. ഇപ്പോൾ നിങ്ങൾ കുറച്ച് പോയിന്റ്സുകൾ ദേശീയതയെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ദേശീയതയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന പോയിന്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ. അതായത്
ചരിത്രങ്ങൾ, പൊതുവായുള്ള വിശ്വാസങ്ങൾ, ഭൂപ്രദേശം, പൊതുവായ രാഷ്ട്രീയ ആദർശങ്ങൾ തുടങ്ങി കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഒരു 6 പോയിന്റ്സ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അവിടെ എഴുതി വെക്കണം. ഇത് നമ്മുടെ 18ാമത്തെ ചാപ്റ്ററാണ് സെക്യുലറിസം, അതായത് മതേതരത്വം. ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ എന്തായാലും ഒരു എസ്സേ വരും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്ററാണ് മതേതരത്വം. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ വെസ്റ്റേൺ മോഡൽ ഓഫ് സെക്യുലറിസം ആൻഡ് ഇന്ത്യൻ മോഡൽ ഓഫ് സെക്യുലറിസം. മതേതരത്വത്തിൻ്റെ പാശ്ചാത്യ മാതൃകയും ഇന്ത്യൻ മാതൃകയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നുള്ളതാണ്. അപ്പോൾ പാശ്ചാത്യ മതേതരത്വം ഒരു സൈഡിൽ ചെയ്ത് മറ്റേ സൈഡിൽ ഇന്ത്യൻ മതേതരത്വം എഴുതിയിട്ട് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. ദെൻ പിന്നെ ഞാൻ പറഞ്ഞ 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഒരു എസ്സേ. ഇത് 8 മാർക്കിനാണ് ഒട്ടുമിക്കതും ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ 8 മാർക്കിന് ചോദിച്ചില്ലാണെങ്കിൽ 6 മാർക്കിന് ഇത് എന്തായാലും വരും. ഇന്ത്യൻ മതേതരത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഓർത്ത് വെക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ക്രിറ്റിസിസം ഓഫ് ഇന്ത്യൻ സെക്യുലറിസം. അപ്പോൾ ഇന്ത്യൻ സെക്യുലറിസം പ്രധാനമായിട്ട് കുറച്ച് വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട എന്താണ്, ഇന്ത്യൻ മതേതരത്വം മതവിശ്വാസ വിരുദ്ധമാണെന്നുള്ള വാദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മതങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് ഇടപെടുന്നു. ഇങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതെന്ത് ചെയ്യണം, നിങ്ങളുടെ എഴുതി വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് നമ്മുടെ 19ാമത്തെ ചാപ്റ്ററാണ് പീസ്, സമാധാനം എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്റർ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്തായാലും ഈ ക്വസ്റ്റ്യൻ വരും. വാട്ട് ഈസ് മീൻ ബൈ സ്ട്രക്ചറൽ വയലൻസ്? എക്സ്പ്ലെയിൻ ദ ഫോംസ് ഓഫ് സ്ട്രക്ചറൽ വയലൻസ്. എന്താണ് ഘടനാപരമായ ഹിംസ എന്ന് പറഞ്ഞാൽ എന്താണ്? അതേപോലെ തന്നെ ഘടനാപരമായ ഹിംസയുടെ രൂപങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ നിങ്ങൾ സ്ട്രക്ചറൽ വയലൻസ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ഒരു 6 രീതിയിലുള്ള എന്തുണ്ട് ഹിംസയുടെ കാരണങ്ങളുണ്ട്, ഘടനാപരമായ ഹിംസയുടെ കാരണങ്ങൾ അതോടെ എഴുതി വെക്കണം. അതായത് ജാതി വ്യവസ്ഥ, പുരുഷാധിപത്യം, വർഗ വ്യത്യാസം, അതേപോലെ തന്നെ കോളനിവൽക്കരണം, വംശീയത, വർഗീയത. ഇതൊക്കെ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇതും വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഈ ചാപ്റ്ററിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ചാലഞ്ചസ് ഓഫ് വേൾഡ് പീസ്? ലോക സമാധാനം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അതായത് സമാധാന സ്ഥാപനത്തിലുള്ള വെല്ലുവിളി എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് പ്രധാനമായിട്ടൊരു 4-5 പോയിന്റ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ചാപ്റ്ററാണ് 20th ചാപ്റ്റർ, ഡെവലപ്മെൻറ്റ്, വികസനം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പ്രതീക്ഷിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ സോഷ്യൽ കോസ്റ്റ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. അതായത് വികസനത്തിൻ്റെ സാമൂഹിക ചെലവ് വിവരിക്കുക. ഇത് 4 മാർക്കിന് ചോദിക്കും, അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കും. പിന്നെ ഒരു അഡീഷണൽ ആയിട്ട് നിങ്ങളൊരു ക്വസ്റ്റ്യൻ കൂടി പഠിച്ചു വെക്കുക. വികസനത്തിൻ്റെ പാരിസ്ഥിതിക ചെലവിനെക്കുറിച്ച് വിവരിക്കുക. അതായത് വികസനത്തിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള ചെലവുകൾ എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ദ എൻവയോൺമെൻറ്റൽ കോസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. പക്ഷേ എന്നിരുന്നാലും ഒരു 100% നമ്മൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വികസനത്തിൻ്റെ സാമൂഹിക ചെലവുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ +1 പൊളിറ്റിക്കൽ സയൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം നന്നായിട്ട് കൃത്യമായിട്ട് പഠിച്ചു വെച്ച് ഓരോ പോയിന്റ്സും ഓർത്ത് വെച്ചിട്ട് എഴുതുക. ഫുൾ ഓഫ് ടൈമിൽ കൃത്യമായൊരു പ്ലാൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.